അത് ആക്ച്വലി ഭയങ്കര ഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റിയത്. വൺ ഓഫ് അവർ കോ ഫൗണ്ടേഴ്സ് ലിവ് ഇൻ UK. അതുകൊണ്ട് അത് കുറച്ച് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ദെൻ പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ UK ഇപ്പോൾ ബ്രാഞ്ച് ഇല്ലെങ്കിലും എനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏജൻസീസിന് യുവർ ക്ലൈൻറ്റേൽ ഈസ് വേൾഡ് വൈഡ്. നമ്മൾ റീച്ച് ഔട്ട് ചെയ്ത എനിബഡി ക്യാൻ ഗിവ് യു സർവീസ്. അവിടെ നമ്മൾ ഫിസിക്കലി പ്രസൻറ്റ് ആവണ്ട. നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് കിട്ടിയത് അവിടെ നമുക്ക് ഹാൻഡ്സ് ഓൺ ആൾക്കാരുണ്ട്, പീപ്പിൾ ഉണ്ട്. സോ വി യൂട്ടിലൈസ്ഡ് ദാറ്റ്. ഓൾറെഡി അസോസിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വേറെ രീതിയിൽ നമുക്ക് സർവീസ് പ്രൊവൈഡേഴ്സ് ഒക്കെ ആയിട്ട്. അപ്പം ആ ജോഗ്രഫിയിലുള്ള ക്ലയൻസും നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇറ്റ് ഓൺലി മെയ്ഡ് സെൻസ് ദാറ്റ് വി ഹാവ് ടു ബി പ്രസൻറ്റ് ദർ ആസ് വെൽ. ആൻഡ് റൈറ്റ് നൗ ടച്ച് വുഡ് വി ഹാവ് ക്ലയൻസ് ഫ്രം GCC, UK, ഓസ്ട്രേലിയ. ഇവിടെയൊക്കെയുള്ള ക്ലയൻസിനോട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് ആക്ച്വലി പുഷിങ് അവർ ലിമിറ്റ്സ്. നമ്മൾ കുറച്ചും കൂടി ഗ്ലോബൽ സിറ്റിസൺസിനോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നാക്കണം. ദേ ഡോണ്ട് ടെക്സ്റ്റ് യു ഓൺ വാട്സാപ്പ്, ഇറ്റ്സ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസ്. അത് എനിക്ക് ഞാൻ മുന്നേ പുറത്ത് വർക്ക് ചെയ്തിട്ട് കേരളത്തിൽ വന്നപ്പോഴൊരു ഡിഫറൻസ് ആയിരുന്നു. ഇവിടെ എല്ലാം വാട്സാപ്പിലാണ്. പ്രപ്പോസലും MOയും ഇൻവോയ്സും എല്ലാം വാട്സാപ്പിൽ. എന്തെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പിൽ പോയി തിരിച്ച് തപ്പണം. അതിൻ്റെ ഇടയിൽ കുറേ സ്റ്റിക്കർ അയക്കുന്നുണ്ടാവും. സോ ഇറ്റ് ഈസ് ലൈക്ക് അങ്ങനത്തെ കുറേ ഡിഫറൻസസ് ഉണ്ട്. ബട്ട് ടച്ച് വുഡ് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ അങ്ങനെ നമുക്കൊരു ഇതുണ്ടായത്. ആൻഡ് ഓൾസോ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ UK ഒരു ബ്രാഞ്ച് ഉണ്ടാവുക അല്ലെ ദുബായിലൊരു ബ്രാഞ്ച് ഉണ്ടാവുക എന്ന് കരുതിയിട്ട് ആ ബിസിനസ് ഭയങ്കര സക്സസ്ഫുൾ ആണ് നമ്മൾ ജഡ്ജ് ചെയ്യാനും പാടില്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് വർക്ക്. ദ മോർ യു ആർ എന്താ പറയുക, എത്ര കുറേ തോണിയിലാണ് കാലിടുന്നതെങ്കിൽ ഇറ്റ്സ് ഈവൻ മോർ ഡിഫിക്കൽട്ട് ജേർണി.